ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവരും പല്ലൊക്കെ തേച്ച് എല്ലാവരോടും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഈശോ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ റെഡി ആയോ? ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം. ഏത് കഥയാണെന്നോ? മൈലോ ദ സ്ലീപ്പി മൗസ്. കഥയുടെ പേരെന്താ? മൈലോ ദ സ്ലീപ്പി മൗസ്. ഉറക്കം തൂങ്ങിയായ ഒരു കുഞ്ഞെലിക്കൂട്ടനുണ്ടായിരുന്നു. മൈലോ എന്നായിരുന്നു അവന്റെ പേര്. മൈലോ അവന്റെ ചേട്ടൻ മാക്സിന്റെ കൂടെ ഒരു കുഞ്ഞി മാളത്തിലാ താമസിച്ചോണ്ടിരുന്നത്. മൈലോയും മാക്സും ഒരു വീടില് അപ്പയും അമ്മയും കുഞ്ഞിപ്പിള്ളാരും ഉള്ള വീടിന്റെ കുഞ്ഞിപ്പിള്ളാരുടെ ബെഡ്റൂമിനകത്തെ ഒരു കുഞ്ഞി മാളത്തിലായിരുന്നു താമസിച്ചത്. അവിടെ മൈലോയുടെ ചേട്ടൻ മാക്സ് എന്ന് പറഞ്ഞ എലിക്കുട്ടൻ 2 കമ്പിളിയുടെ കിടക്കയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വലിയ കിടക്ക മാക്സ് കുട്ടനെ കിടക്കാനും, ഒരു കുഞ്ഞി സുന്ദരൻ കിടക്ക മൈലോ എലിക്കുട്ടനും വേണ്ടി ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഭക്ഷണമൊക്കെ കൊടുത്ത് ഈ മാക്സ് ചേട്ടൻ മൈലോ കുട്ടനെ ഉറക്കും. കമ്പിളിയൊക്കെ പുതപ്പിച്ച് കട്ടിലെ കൊണ്ട് കിടത്തും. എന്നിട്ട് മാക്സ് ചേട്ടനും പോയി കിടക്കും കട്ടിലേല്. എന്നിട്ട് മൈലോയും മാക്സും കൂടെ നല്ല ചുരുണ്ടുകൂടി നല്ലപോലെ ഉറങ്ങും. അവര് ഉറങ്ങിക്കഴിയുമ്പോ എന്താ സ്വപ്നം കാണുന്നേന്നോ? നല്ല രുചിയുള്ള ചീസും ബ്രെഡും അങ്ങനെ നല്ല കൊതിയൂറുന്ന ഭക്ഷണമൊക്കെ അവർ സ്വപ്നം കണ്ടോണ്ടിരുന്നത്. അങ്ങനെ എന്നും നല്ല സന്തോഷമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മൈലോയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഉറക്കം അങ്ങ് ശരിയാവുന്നില്ല. ഉറക്കത്തിനിടയ്ക്ക് ഭയങ്കര ശബ്ദം. അതെന്തായിരുന്നു ശബ്ദം? ഈ മാക്സ് എലിക്കുട്ടൻ ഭയങ്കര കൂർക്കമ്മലി. എന്തൊരു കഷ്ടമാണെന്നോ. ചിലപ്പോഴൊക്കെ കൂർക്കമ്മലിയുടെ ശബ്ദം പതുക്കെയായിരുന്നു. അത് മൈലോ കേൾക്കാറില്ലായിരുന്നു. മൈലോ ഇങ്ങനെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങും. ചില ദിവസങ്ങളിൽ ഈ മാക്സ് കൂർക്കം വലിക്കുന്ന കേട്ട് മൈലോ ഞെട്ടി എണീക്കും. അയ്യോ രക്ഷിക്കണേ, ഇടി വെട്ടുന്നതാണോ എന്ന് ഓർത്ത് ഞെട്ടി എണീക്കും. നോക്കുമ്പോ എന്താ, ആ മാക്സ് കൂർക്കം വലിക്കുന്ന. ഇത് കുറച്ച് നാള് തുടർന്നപ്പോ മൈലോ മടുത്തു. ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ല. ഞാൻ നല്ല സ്വപ്നം കണ്ടു വരുമ്പോഴത്തേക്കും ഈ മാക്സ് കൂർക്കം വലിക്കും. അങ്ങനെ എൻ്റെ ചീസിന്റെ സ്വപ്നമൊക്കെ നഷ്ടപ്പെടും. ഞാൻ ഇച്ചിരിയൊക്കെ വലുതായി. ഞാൻ ഇനി ചേട്ടന്റെ വീട് വിട്ട് എൻ്റെ സ്വന്തമായ വീട് കണ്ടുപിടിക്കാൻ പോവാം. മൈലോ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ മാക്സിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാനിപ്പോൾ കുഞ്ഞുമാവയൊന്നുമല്ല, ഞാൻ വലിയ എലിക്കുട്ടനായി. ഞാൻ എൻ്റെ തന്നെ ഒരു മാളം കണ്ടുപിടിച്ച് ബെഡൊക്കെ റെഡിയാക്കി കിടക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പം മാക്സ് ചേട്ടൻ പറഞ്ഞു, അങ്ങനെ ആവട്ടെ മൈലോ, പക്ഷെ നീ എപ്പോഴും ഓർക്കണം, നിനക്ക് വേണ്ടി ഈ മാളവും നിന്റെ കുഞ്ഞി കമ്പിളി കിടക്കയും എപ്പോഴും ഞാൻ മാറ്റി വയ്ക്കും എന്ന് ചേട്ടൻ പറഞ്ഞു. അത് കേട്ട് മൈലോ യാത്രയായി. മൈലോ നടന്നും പോയപ്പോഴോ മുമ്പില് വലിയ പാറക്കഷ്ണം പോലെ കിടക്കുക. എന്ത്? ആ പിള്ളാരുടെ കളിപ്പാട്ടം വെക്കുന്ന മുറിയായിരുന്നു. ഈ മാള ഇരുന്നത് പിള്ളാരുടെ കളിപ്പാട്ടം വെക്കുന്ന മുറിയിലായിരുന്നു, ബെഡ്റൂമും ഒക്കെ ആയിട്ട്. അപ്പൊ മൈലോ ഓർത്തുശോ, ഈ മുറി എന്ത് അൺടൈഡി ആയിട്ട് ഇട്ടേക്കുന്നത്, എല്ലായിടത്തും കളിപ്പാട്ട്, വലിയ വലിയ ബിൽഡിംഗ് ബ്ലോക്സ് കാരണം എനിക്ക് വഴി കാണാൻ പോലും പറ്റുന്നില്ല എന്ന് മൈലോ ഓർത്തു. അങ്ങനെ ആ മുറിനെ കുറിച്ചൊക്കെ മൈലോയ്ക്ക് പരാതിയായിരുന്നു. ഒരു വൃത്തിയില്ലാത്ത മുറി, എത്രയും പെട്ടെന്ന് ഇവിടം വിട്ട് പോവാന്നും പറഞ്ഞ് മൈലോ യാത്രയായി. അങ്ങനെ യാത്ര ചെയ്ത് ഒരു മുറിയിലെത്തി. നല്ല കാർപ്പറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മുറി. എന്ത് രസം, നല്ല വൃത്തി, നിറയെ സോഫകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഈ വീടിന്റെ ലിവിങ് റൂം ആണെന്ന് തോന്നുന്നു. ആ സോഫയുടെ പുറകിലായിട്ട് ഭിത്തിയിൽ ഒരു ചെറിയ മാളം കണ്ടു മൈലോ. അവൻ ഓടി അതിനകത്ത് ചെന്ന് പറഞ്ഞു, ഇത് തന്നെ എൻ്റെ പുതിയ വീട്. അവൻ കുറച്ച് തൂവലുകൾ കൊണ്ട് ഒരു കട്ടിലൊക്കെ ഉണ്ടാക്കി
അവിടെ കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചു. ഇനി എന്നെ ശല്യപ്പെടുത്താൻ ആരുമില്ല, മാക്സിന്റെ കൂർക്കം വലിയുമില്ല. അപ്പൊ ഞാൻ നല്ല സ്വപ്നമൊക്കെ കണ്ട് ഉറങ്ങാൻ പോവാന്ന് മൈലോ തീരുമാനിച്ച് കണ്ണടച്ചതും ഭയങ്കര ശബ്ദം അവിടെ, ബും ബും എന്നും പറഞ്ഞു. അപ്പത്തേക്ക് രാത്രി ആയിരുന്നേ. മൈലോ വിചാരിച്ചു ഈ രാത്രി എന്താ ഇത്രയും ശബ്ദം. മൈലോ മാളത്തിന്ന് ഒളിഞ്ഞു നോക്കിയപ്പോ എന്നാ കണ്ടേ, ആ വീട്ടിലുള്ളവരെല്ലാരും ആ ലിവിങ് റൂമിൽ വന്ന് സിനിമ കാണാൻ തുടങ്ങി. ഭയങ്കര ശബ്ദവും ബഹളവും ലൈറ്റും. മൈലോ വാലും പൊക്കി ഒറ്റയോട്ടം. അയ്യോ, ലിവിങ് റൂമിൽ ഇനി മാളത്തിൽ കിടക്കാൻ പറ്റത്തില്ല, എന്തൊരു ശബ്ദമാ അവിടെ, വേറെ മുറി കണ്ടുപിടിക്കട്ടെ എന്നോർത്ത് അവൻ ഓടിച്ചെന്നത് എങ്ങോട്ടാ, അടുക്കളയിലെത്തി. അടുക്കളയിൽ നോക്കിയപ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ മണം. എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. അവിടെ ആളൊന്നുമില്ലായിരുന്നു. അപ്പൊ മൈലോ വിചാരിച്ചു ഇനി ഇവിടെ കിടക്കാം. ഫ്രിഡ്ജിന് പുറകിലായിട്ട് ഒരു ചെറിയ മാളം ഉണ്ടല്ലോ. മൈലോ ഓടി ഫ്രിഡ്ജിന്റെ പുറകിലെ മാളത്തിൽ കയറി ഇരിപ്പായി. എന്നിട്ട് അവിടെ കിച്ചൺ ടവൽ വെച്ചൊരു ബെഡൊക്കെ ഉണ്ടാക്കി മൈലോ അവിടെ കിടന്നുറങ്ങാന്ന് ഓർത്തു. ഇത് ശരിക്കും എനിക്ക് പറ്റിയ മുറി തന്നെ, നല്ല ഭക്ഷണ സാധനങ്ങളുടെ മണമൊക്കെ വരുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇവിടെ നല്ലപോലെ ഉറങ്ങാൻ പറ്റും. അങ്ങനെ വിചാരിച്ച് കണ്ണടച്ചതും ഭയങ്കര വെള്ളച്ചാട്ടം പോലത്തെ ശബ്ദം, പിന്നെ സോപ്പ് പതകളും ഭയങ്കര ശബ്ദങ്ങളും. നോക്കുമ്പോ എന്താ, ആ വീട്ടിലെ അപ്പ പാത്രങ്ങൾ കഴുകുക. അയ്യോ, എന്തൊരു ശബ്ദമായതെന്ന് മൈലോ വിചാരിച്ചു. അവിടെ മൊത്തം വെള്ളത്തിന്റെ ശബ്ദവും സോപ്പിന്റെ പതയും, ഒരു രക്ഷയില്ല. മൈലോ ആ മുറിയും ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ച് മുമ്പോട്ട് നീങ്ങി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ വലിയ പ്രകാശമൊന്നും വെട്ടമൊന്നും ഇല്ലാത്ത വേറൊരു മുറിയിലെത്തി. അപ്പം മൈലോയ്ക്ക് ആ മുറി ഇഷ്ടമായ, ഇവിടെ വലിയ വെട്ടമൊന്നും ഇല്ലല്ലോ, ഇത് വലിയ പ്രശ്നമില്ലാത്ത മുറിയാണെന്ന് തോന്നുന്നു, ഇവിടെ ഇനി എന്നെ ആരും ശല്യപ്പെടുത്താൻ വരില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൈലോ ഒരു ചെറിയ മാളം, ഒരു ഭിത്തിയിലായിട്ട് ചെറിയൊരു തുള കണ്ടു. അവിടെ എങ്ങനെയോ കയറിപ്പറ്റി കിടന്നുറങ്ങാന്ന് വെച്ചപ്പോഴോ പെട്ടെന്ന് മഴ പെയ്യുന്ന പോലത്തെ വെള്ളം. നോക്കിയപ്പോ എന്താ, അത് ബാത്റൂം ആയിരുന്നു. അവിടെ ആരോ കുളിക്കാൻ വന്നേക്കുവാ. മൈലോയുടെ മേത്ത് വെള്ളം വീഴാൻ തുടങ്ങി. മൈലോ ആലോചിച്ചു, ദൈവമേ, ഞാൻ എത്ര മുറികളിൽ കയറി ഇറങ്ങി, ലിവിങ് റൂമിൽ പോയി, കിച്ചണിൽ പോയി, ബാത്റൂമിൽ പോയി, എവിടെയും എനിക്കൊന്ന് കിടക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്ക് കിടക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുറി ഏതാ, ഞാൻ പണ്ട് കിടന്നുകൊണ്ടിരുന്ന മാക്സിന്റെ മുറി തന്നെയാ. ഞാൻ ഓടി അങ്ങോട്ട് തന്നെ പോട്ടേന്ന് മൈലോ തീരുമാനിച്ചു. മൈലോ ആ രാത്രിയില് ഇരുട്ടത്ത് ഓടി പഴയ സ്ഥലത്തേക്ക് ഓടി വന്നു. നോക്കിയപ്പോ ആ ബെഡ്റൂമില്, കുഞ്ഞുങ്ങളുടെ ബെഡ്റൂമില് കുഞ്ഞു പിള്ളേരപ്പത്തേക്കും കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഉറക്കമായിരുന്നു. മൈലോ നോക്കിയപ്പോ നല്ല വൃത്തിയുള്ള മുറി, നല്ല മിടുക്കനായ കുഞ്ഞുകുട്ടികള്. ഞാൻ എൻ്റെ ചേട്ടൻ്റെ മാളത്തിലേക്ക് തന്നെ പോവാ എന്ന് പറഞ്ഞ് വാലും പൊക്കി ഓടി മാക്സിന്റെ അടുത്തേക്ക്. മാക്സ് അപ്പം ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു, മൈലോ വരും എന്ന് അവനറിയായിരുന്നു. മൈലോ വരുന്ന കണ്ടപ്പോൾ മാക്സിന് സന്തോഷമായി. എടാ മൈലോ, നിന്നെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, നീ വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞു. അപ്പൊ മൈലോയും പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഞാൻ ഇനി ഒരിക്കലും നമ്മുടെ വീട് വിട്ടു പോകത്തില്ല, വീട്ടിലെ ബാക്കി മുറികളിലൊക്കെ എന്തൊരു ബഹളമാ, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാന്ന് പറഞ്ഞു. മൈലോ തിരിച്ചു വന്ന സന്തോഷത്തില് അവര് നല്ല ചീസ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് മാക്സ് മൈലോയുടെ കുഞ്ഞി കമ്പിളിക്കട്ടിലേക്ക് കിടത്തി പൊതിഞ്ഞു ബ്ലാങ്കറ്റ് വെച്ച് തണുപ്പൊന്നും അടിക്കാതെ. എന്നിട്ട് മാക്സും പോയി കട്ടിലേക്ക് കിടന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചുരുണ്ടുകൂടി നല്ല നല്ല സ്വപ്നങ്ങളും കണ്ട് ഉറക്കമായി. അങ്ങനെ അവര് നല്ല കൂട്ടുകാരായിട്ട് കുറെ കാലം ആ കുഞ്ഞി പിള്ളേരുടെ കളിപ്പാട്ടം വെക്കുന്ന മുറിയിൽ സന്തോഷമായിട്ട് ജീവിച്ചു. ഇനി എല്ലാവരും ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്.